നമസ്കാരം, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, വെബ്കോയിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ എന്നൊരു തസ്തിക വിളിക്കുകയുണ്ടായി. അതിൻ്റെ ആപ്ലിക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞു. എന്നാൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എത്ര ടോട്ടൽ ആപ്ലിക്കൻസ് ഉണ്ടെന്നുള്ളൊരു വിവരം കേരള PSC അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻഫർമേഷൻ തരുവാനും ചില ഗൈഡൻസ് തരുവാനും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ ഡേറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 15/6/2024 PSC നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. OTP നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമ്മൾ കയറി ചെയ്യുന്ന ആ ഡേറ്റ് വരുന്നത് 17/7 വരെയായിരുന്നു ഇതിനുള്ള അവസാന ഡേറ്റ്. അതോടുകൂടി ഇതിന് അപേക്ഷിക്കുവാനുള്ള അവസാനത്തെ ഡേറ്റും കഴിഞ്ഞിരുന്നു. അതായത് ആപ്ലിക്കൻസ് എല്ലാം അപേക്ഷകളെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എത്ര അപേക്ഷകൾ വന്നു. ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ പലരും. അപ്പോൾ എത്ര അപേക്ഷകൾ വന്നു എന്ന് നമ്മൾ അറിയണം. അതിൽ നോക്കുമ്പോൾ പ്രധാനമായിട്ടും 3122 അപേക്ഷകൾ മാത്രമാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ PSCയുടെ ഒരു അപേക്ഷയുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ജനറൽ PSCയിലൊക്കെ നിയമനങ്ങൾക്ക് വേണ്ടി അപേക്ഷ വരുന്ന 1-2 വേക്കൻസിക്ക് വേണ്ടി അപേക്ഷകൾ വരുന്ന ലക്ഷങ്ങളാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് കേവലം 3122 വേക്കൻസി മാത്രമാണ്. അതായത് മത്സരത്തിന്റെ കോമ്പീറ്റൻസി അത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇനി ഈ 3122 എന്നുള്ളത് കൊണ്ട് അതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ കൺഫർമേഷൻ എന്ന് പറയുന്നൊരു വലിയൊരു ഘടകമുണ്ട്. ഇനി ഈ കൺഫർമേഷൻ വന്നിട്ട് ഈ കൺഫർമേഷൻ കൊടുക്കുന്നവർ തന്നെ എത്ര പേരുണ്ടാവും? അപ്പം അങ്ങനെ ഒരു വലിയ വിഭാഗം ഇല്ലാതാവും. ഒരുപക്ഷെ ഏതാണ്ട് ഇതിൻ്റെ ഒരു 50% കൂടുതൽ ആൾക്കാരും എന്ത് ചെയ്യാതെ പോകും, ഇതിന് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ പോകും. ഈ കൺഫർമേഷൻ കൊടുത്താൽ തന്നെ അതിലെല്ലാവരും പ്രിപ്പയർ ചെയ്തായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഇരിക്കാതിരിക്കുന്ന വലിയ വിഭാഗം ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് നന്നായിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നവർക്ക് ഇത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിൽ ജോലി ഒരു വലിയ സ്വപ്നമായി കാണുന്ന ഒരു IT പ്രൊഫഷണൽ ആ മേഖലയിലുള്ളവർക്കൊക്കെ എഫർട്ട് ഇട്ടാൽ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. ഇനിയും ഇവിടെയുള്ള വേക്കൻസികളാണ്. ഇവിടെ കാണുമ്പോൾ 3 വേക്കൻസികളെ ഉള്ളൂ എന്ന് തോന്നുന്നുകൊണ്ട് ആരും അതിൽ ഡിസപ്പോയിന്റഡ് ആവണ്ട. കാരണം ഇത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇടാൻ തുടങ്ങുന്ന സമയത്ത് വേക്കൻസിയാണ്. എല്ലാ വർഷങ്ങളിലും എന്തുണ്ട്, PSC ഇങ്ങനെ പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം കേരള ഡിപ്പാർട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ വർഷവും ഉണ്ടാവും റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി കോമൺ ആണെന്ന് ഓർക്കണം. അപ്പോൾ ഈ റിട്ടയർമെന്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വേക്കൻസികൾ കൂടുകയുള്ളൂ, ഒരിക്കലും കുറയുകയില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഏണസ്റ്റ് അക്കാഡമി ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളാണ് അതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും പരിഹാരം കാണാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ നമ്പർ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.